മേയറുമായി കുമ്പുകോർത്ത KSRTC ഡ്രൈവർ യദുവിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി പോലീസ്. സംഭവ ദിവസം ബസ് ഓടിക്കവേ യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചെന്ന് പോലീസ് കണ്ടെത്തി. ഇതടക്കമുള്ള പ്രാഥമിക കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് പോലീസ് KSRTCക്ക് കൈമാറും. തൃശൂരിൽ നിന്നും യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പലതവണയായി യദു 1 മണിക്കൂർ 10 മിനിറ്റ് ഫോണിൽ സംസാരിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ യാത്രക്കിടെ ആകെ 10 മിനിറ്റ് വിശ്രമം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ ബസ് ഓടിക്കെ ഇയർഫോൺ ഉപയോഗിച്ചുകൊണ്ട് യദു ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസിന്റെ നിഗമനം. ഇത് ഗുരുതര കൃത്യവിലോപമായതിനാൽ KSRTCയിൽ നിന്നും നടപടിയുണ്ടായേക്കും. കൂടാതെ യദുവിനെ ജോലിക്ക് നിയമിക്കുന്ന സമയം ഒന്നിലധികം കേസുകൾ ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി നിലനിൽക്കുന്നുണ്ടായിരുന്നുവെന്നതും പരിശോധിക്കാതെയാണ് KSRTC നിയമനം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി. ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിനും അശ്രദ്ധമായി വാഹനമോടിച്ചതിനും അക്കാലത്ത് യദുവിനെതിരെ കേസുണ്ടായിരുന്നു. ഇവയാണ് പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുക. ഒപ്പം ബസ്സിലെ CCTVയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് കാണാതായതിലുള്ള ദുരൂഹതയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. മേയറുമായി തർക്കമുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം യദു തമ്പാനൂർ ഡിപ്പോയിൽ എത്തിയിരുന്നതാണ് ദുരൂഹമായി പോലീസ് പറയുന്നത്. കാർഡ് കാണാതായതിലെ യദുവിന്റെ പങ്കിനെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് KSRTCക്ക് റിപ്പോർട്ട് കൈമാറുക. ഇന്നോ നാളെയോ റിപ്പോർട്ട് കൈമാറും. മീഡിയ 1 തിരുവനന്തപുരം.